അപ്പോൾ ഞങ്ങൾ അങ്കോണ എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്കോണയ്ക്കടെ തേരാപാര നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിവിടെ പോർട്ടാണ് കേട്ടോ. പോർട്ടിലെ കാഴ്ചകളാണ്. ഇതെന്തോ ചെറിയത് കോട്ട പോലെ എന്തോ ആണല്ലോ. അപ്പുറത്ത് കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ വന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ലിഗൂരിയൻ കടലിൻ്റെ ഭാഗത്തു നിന്നും ശരിക്കും മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗമാണ് ഇതും വരുന്നത്. ഇവിടെ വരുന്നത് അഡ്രിയാറ്റിക് സീറ്റിൻ്റെ ഭാഗത്തേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങ് അകലായിട്ട് ക്രൂയിസ് ഷിപ്പുകൾ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഷിപ്പുകളാണോ, ഒത്തിരി വലിയ ഷിപ്പുകളൊന്നും അല്ല. അങ്ങ് വന്ന് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അൽബേനിയ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഷിപ്പുകൾ ഇവിടെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലയിടത്ത് കാറൊക്കെ കയറ്റി പോകാൻ പറ്റും. അപ്പോൾ അത്തരം ഫെറികൾ എടുക്കുന്നവർക്ക് ഇതിലെ ഒന്ന് പ്രവേശിക്കണം തോന്നുന്നു. ഇവിടെ ഡിക്ലെയർ ചെയ്യാനുള്ളതും ഡിക്ലെയർ ചെയ്യേണ്ടാത്തതും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയിലൂടെ ആയിരിക്കും അവർ അങ്ങോട്ട് എൻ്റർ ചെയ്യുക. ഒരു ഫെറി ഷിപ്പ് വന്ന് നടക്കുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് പ്ലെബിഷിത്തോ എന്ന് പറഞ്ഞിട്ട്. ക്യാസ പ്ലെബിഷിത്തോ ഇറങ്ങുന്നുണ്ടോ? നമ്മുടെ നാപ്പോളി പോയി കഴിഞ്ഞപ്പോൾ പ്ലെബിഷിത്തോയിൽ പോയത്. അപ്പോൾ ഇത് അങ്കോണയിലെ പ്ലെബിഷിത്തോ ആണ് ഈ കാണുന്നത്. ഇത്തരം ജംഗ്ഷനുകളൊക്കെ ആക്റ്റീവ് ആവുന്നത് വൈകുന്നേരം നേരത്താണ്. ഇറ്റലിയിൽ ഉച്ചവഴിയാണ് എന്തായാലും ആക്റ്റീവ് ആവില്ല. വൈകുന്നേരമൊക്കെ ഭയങ്കര ആഘോഷങ്ങളായിരിക്കും. ഇപ്പം എല്ലാം വിജനമാണ്. ഇവിടെ ഒരു ദേവാലയം ഉണ്ട് കാണുന്നത്. പറ്റിയാൽ അതിൻ്റെ ഉള്ളിൽ കയറാം. ഈ പള്ളിയോട് ചേർന്ന് കാണുന്നത് ഇവിടുത്തെ ഒരു ജയിലാട്ടോ. ജയിലിനെ കസർമ എന്നാണ് ഇറ്റാലിയയിൽ പറയാം. തൊട്ടടുത്ത് തന്നെ ഒരു കസർമയാണ്. ഒരു പോപ്പിൻ്റെ സ്റ്റാച്ചു എന്ന് തോന്നുന്നല്ലോ ആ സെൻറ്ററിലിരിക്കുന്നത്. ക്ലെമൻ്റ് ആണോ? നമുക്കപ്പോൾ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. ഇതാണ് പ്ലെബിഷിത്തോ എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷൻ. സാൻ ഡൊമേനിക്കോ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ആ ദേവാലയത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയാണ്. ഇനി ഇവിടുത്തെ കത്തീഡ്രൽ പള്ളി വരെ ഒന്ന് പോകണം. അതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. അങ്ങനെ അങ്കോണയിൽ അങ്ങനെ വലിയ കാഴ്ചകൾ പ്രതീക്ഷിച്ച് വരരുത്. അത്രയും കാഴ്ചകളൊന്നുമില്ല. നമുക്ക് എവിടേക്കെങ്കിലൊക്കെ പോകാനായിട്ട് ഇതുപോലെ ഫെറിയൊക്കെ എടുത്ത് പോകാനൊക്കെ ഉള്ളവർക്ക് വരാൻ പറ്റും. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ ജംഗ്ഷനുകളും അതുപോലെ തന്നെ കത്തീഡ്രൽ പള്ളിയൊക്കെയാണ്. കത്തീഡ്രൽ പള്ളി പ്രധാനപ്പെട്ട സ്ഥലത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഒരു പള്ളി, ദേവാലയം ഇറ്റലിയിലെ എല്ലായിടത്തും തന്നെ ഉണ്ടാവും. അതാ മറ്റൊരു ദേവാലയം. അടുത്തടുത്ത് ഇതുപോലുള്ള ക്രൈസ്തവ ദേവാലയങ്ങളാണ് ഈ ഒരു പട്ടണത്തിലുള്ളത്. ആ ദേവാലയത്തിന് ഞങ്ങൾ പുറത്തിറങ്ങാണ്. ഓരോ ദേവാലയത്തിലും ഭയങ്കര പ്രത്യേകതകളും എന്തെങ്കിലുമൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്താൻ ഇവിടെ ഉണ്ടാവും. ഈ ദേവാലയം അത്യാവശ്യം ഹൈറ്റിലിരിക്കുന്നതുകൊണ്ട് അപ്പുറത്ത് കടലാണ്. നേരത്തെ നമ്മൾ കണ്ട ഭാഗങ്ങളാണ് അവിടെ കാണുന്നത്. ചെറിയ കാറ്റുള്ളതുകൊണ്ട് അവിടെ തിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ ഫോട്ടോൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ പറയുന്നത്. ഇത് കണ്ടോ, ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നകത്ത് ലൈറ്റ് അവിടെ കുറയ്ക്കുകയാണെങ്കിൽ, ലൈറ്റ് ഇപ്പോൾ നമ്മൾ മാക്സിമം കുറച്ചിട്ടാണെങ്കിലും ഈ വശത്തൊക്കെ ലൈറ്റ് നിൽക്കുന്നുണ്ടോ. ഇത് അസീസി പുണ്യവാളൻ്റെ പേരിലുള്ള ഒരു ജംഗ്ഷനാണ്. പ്യാസ സാൻ ഫ്രാൻസിസ്കോ ദി അസീസി എന്നാണ് ഇതിൻ്റെ പേര്. അവിടെയാണ് ആ ഒരു ദേവാലയം വരുന്നത്. അപ്പോൾ ഇത് മറ്റൊരു ദേവാലയമാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് നല്ല വ്യൂ കിട്ടും. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് കത്തീഡ്രൽ പള്ളിയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് 1 മുതൽ 4 വരെ നമുക്ക് ഈ വഴി എടുക്കാം. ഈ വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തീഡ്രൽ പള്ളിയുണ്ട്, പിന്നെ പനോരമിക് വ്യൂ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പുറത്തെ വഴി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഫി തിയേറ്റർ ഉണ്ട്, റോമൻ സമയത്തുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വഴി എടുക്കുകയാണ്. ഇവിടെ തന്നെ നല്ല വ്യൂ ആയി, കടലിൻ്റെയൊക്കെ നല്ല വ്യൂ ഉണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറഞ്ഞാൽ പോർട്ടിൻ്റെ ഭാഗമാണ്. ശരിക്കും ഇവിടെയാണ് കത്തീഡ്രൽ വരുന്നത്. ഈ കത്തീഡ്രലിൻ്റെ അപ്പുറത്ത് കടലാണെന്നുള്ളതാണ് എനിക്ക് മാപ്പിൽ നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. നേരത്തെ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇത്തിരി പൊക്കത്താണ്. അതുകൊണ്ട് ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടുവഴികളെ കയറി പതുക്കെ കണ്ട് നടന്നിങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിലൂടെ എത്താൻ പറ്റി.
മറ്റൊരു ദേവാലയമാണ് ആ കാണുന്നത്. ഇതാണ് നമ്മൾ നടന്നു വന്ന ദേവാലയം. എന്തുമാത്രം ദേവാലയങ്ങൾ അടുത്തടുത്തൊരു ചെറിയൊരു സിറ്റിയിൽ തന്നെ വരുന്നത് നോക്കിയാൽ എല്ലാം എവിടെ പോയാലും ഇങ്ങനെയാണ് കേട്ടോ. ഒരു സ്ഥലത്തും വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതൊക്കെ മെയിൻ്റനൻസ് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഏരിയയിലൊന്നും നമുക്ക് ടിക്കറ്റ് ചാർജ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ പ്രവേശിക്കുന്നതൊക്കെ ഫ്രീ ആണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഫ്ലോറൻസിൽ പോയി പോകണ്ടല്ലേ, അവിടെയൊക്കെ ചാർജ് വെച്ച് തുടങ്ങി. പക്ഷേ പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് കുർബാന നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കയറാനായിട്ട് സാധിക്കും. ദോമോ ദേവാലയം. ഈ സ്ഥലത്തിന്റെ പേര് പ്യാസ ദെൽ ദോമോ എന്നാട്ടോ. ഇറ്റലിയിലെ പ്രധാന സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ദോമോ എന്ന് പറഞ്ഞിട്ട് ഒരു ദേവാലയം കാണാനായിട്ട് പറ്റും. ഇപ്പോൾ മിലാനില് അല്ലെങ്കിൽ ഫ്ലോറൻസില്, ഇവിടെ പല സ്ഥലത്ത് എന്തായാലും ദോമോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ ദോമോ എന്ന് നിങ്ങൾക്കറിയാമോ? ദോമോ എന്ന് പറയുന്നത് ശരിക്കും കത്തീഡ്രൽ തന്നെയാണ്, ബിഷപ്പിന്റെ ആസ്ഥാനമായിട്ട്. അതായത് ആ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ദേവാലയമായിരിക്കും അത്. അങ്കോണം നഗരത്തിനുള്ളിലെ ഗുവാസ്കോ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ സെന്റ് സിറിയക് കത്തീഡ്രൽ ദേവാലയത്തിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. AD 6-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു പഴയ ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലായിട്ടാണ് ഇന്നത്തെ കത്തീഡ്രൽ പടുതുയർത്തിയിരിക്കുന്നത്. പള്ളിയുടെ ആകൃതി ഒരു ഗ്രീക്ക് കുരിശിന്റെ രൂപത്തിലാണ്. റോമനേസ്ക്, ബൈസന്റൈൻ ശൈലികൾ ഇഴചേർന്ന അപൂർവമായ വാസ്തുവിദ്യയാണ് ഇവിടെ കാണാൻ സാധിക്കുക. അങ്കോണയിലെ പുണ്യപുരുഷനായ സെന്റ് സിറിയകിന്റെ സ്മരണാർത്ഥമാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. ഈ ദേവാലയത്തിന്റെ അടിയിലായി 2 സൈഡിലും ക്രിപ്റ്റുകൾ സ്ഥിതി ചെയ്യുന്നു. ഇതിലെ ആദ്യത്തേതിലേക്ക് ഞങ്ങളിപ്പോൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ സിറിയകിന്റെയും വിശുദ്ധ ലിബേരിയസിന്റെയും വിശുദ്ധ മാർസെലിസിന്റെയും എല്ലാം തിരുശേഷിപ്പുകൾ ഇവിടെയുണ്ട്. ഇനി ഞങ്ങൾ വലതുഭാഗത്തുള്ള ക്രിപ്റ്റിന്റെ ഭാഗത്തേക്ക് ഇറങ്ങുകയാണ്. 6-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ ദേവാലയത്തിന് മുൻപ് ഇവിടെ ഒരു റോമൻ ക്ഷേത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത്. ഇരു ക്രിപ്റ്റിൻ്റെയും ഭാഗങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ മുൻപുണ്ടായിരുന്ന വീനസ് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ ഈ ദേവാലയത്തിന് അടിയിലായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കല്ലിൽ കൊത്തിയെടുത്ത മനോഹരമായ തൂണുകൾ ഈ ക്രിപ്റ്റിൻ്റെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്നു. നല്ല വെയിലാണ്. ഇതിന് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആട്ടെ കാണുന്നത്. എന്ത് ഭംഗിയാണ്. ഇതൊരു യാത്രാ ഷിപ്പാണ്. അപ്പുറത്ത് മറ്റു ഷിപ്പുകൾ കിടക്കുന്നുണ്ട്. ചിലത് പണിക്കായിട്ട് കയറിയതാണ്. അങ്ങ് അകലായിട്ട് മഞ്ഞുമലകളുണ്ട് കേട്ടോ. അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതാണ്ടോ? ഓ, ഉള്ളിന് രസമുണ്ടോ? നല്ല രസമുണ്ട് ഉള്ളില്. എല്ലാരും കൈവച്ച് ആ കാണുന്നതാണ് അഡ്രിയക് കടൽ. അവിടെ നിന്ന് കപ്പലുകൾ ജസ്റ്റ് കയറിയിട്ട് ഇവിടെയാണ് പോർട്ട് വരുന്നത്. അങ്ങോട്ട് തിര വരാതിരിക്കാൻ വേണ്ടി കെട്ടിയിരിക്കുന്നുണ്ടോ, ജനവിൽ കെട്ടിയിരിക്കുന്ന മാതിരി. പക്ഷെ ഇവിടെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇവിടെയാണ് ശരിക്കും അത്ഭുതമായിട്ട്. കാരണം ഫിൻകന്തേരയുടെ ഇവിടുത്തെ ആ ഒരു ഷിപ്പൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് കയറാതിരിക്കാൻ നല്ല ഹൈറ്റിൽ കെട്ടിയിട്ടുണ്ട്, കടലിൽ തിര കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് ഇത്തിരി തടയണ പണിയിൽ തന്നെ. എന്തായാലും ഇവിടെ ഒരു ക്രൂസ് ഷിപ്പിൻ്റെ എന്തോ പണി നടക്കുന്നുണ്ട്. ഫിൻകന്തേരയാണ്. ഫിൻകന്തേരയ്ക്ക് ജനവേലൊക്കെ അവർക്ക് ഇതുള്ളതാണ്, പണിസ്ഥലങ്ങളുള്ളതാണ്. ശരിക്കും ഒരു ചെറിയൊരു പോർട്ടാണ് കേട്ടോ. അങ്ങനെ വലിയ പോർട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ജനവേല പോലെയൊന്നുമല്ല. എന്തായാലും ഈ ഒരു പള്ളി അടിപൊളിയാണ്. തിരുപ്പള്ളിയിലെ ഒരു 100 മീറ്റർ ചുറ്റളവിൽ എത്ര ദേവാലയങ്ങളാണുള്ളത്. ഇത് തുടക്കത്തിൽ, അതായത് ക്രിസ്തുവിന് മുൻപ് ഇത് ഗ്രീക്ക് ദേവത വീനസിന് വേണ്ടിയിട്ടുള്ള ഒരു ദേവാലയം ഇവിടെ ഉണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ പള്ളിയുടെ അടിയിലുണ്ട്. ശരിക്കും കാർ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ ഫ്രീ ആയിരുന്നു, വാഹനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങളവിടെ പേ പാർക്കിലാണ് ഇട്ടിരിക്കുന്നത്. 90 സെൻറ്റ് ഉള്ളൂ 1 മണിക്കൂറിന്. ഇവിടെ കടലാണ്.
ഇപ്പോൾ കത്തിരിപ്പള്ളിയുടെ മറ്റ് തൊട്ട് സൈഡിൽ തന്നെയുള്ള പള്ളിയാണിത്. സെൻറ്റ് ഗ്രിഗോറി എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ പക്ഷേ പണികൾ നടക്കുകയാണ്. നമ്മളിവിടെ വന്നത് ഒരു റോമൻ ആൻഫി തിയേറ്റർ ഇവിടെയുണ്ട്, അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. തൊട്ടടുത്ത് തന്നെയാണ്. ഇതിവിടുത്തെ മാർക്ക് റീജിയൻ്റെ നാഷണൽ മ്യൂസിയം ആട്ടോ. അത് ലിഫ്റ്റ് ഉണ്ടല്ലോ, നമുക്കൊന്ന് ലിഫ്റ്റ് എടുത്ത് പോയാലോ. ലിഫ്റ്റ് എടുത്തിട്ട് പോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു, ലിഫ്റ്റ് എടുത്ത് താഴത്തേക്ക് ഇറങ്ങി. കാരണം വേറെ വഴിക്ക് തിരിച്ചു പോകാമെന്ന് കരുതിയിട്ടാണ്. എവിടെയാണ് പോർട്ടിൻ്റെ ഭാഗമെന്ന് തോന്നുന്നു. ബിൽഡിങ്ങുകളുടെ മുകളിലായിരുന്നു കേട്ടോ ലിഫ്റ്റ് ഉണ്ടായിരുന്നത്. അവിടെ നേരെ താഴത്തേക്ക് ഇവിടേക്ക് വന്നു. അവിടെ മുകളിൽ ആ ഒരു രണ്ടാമത് താഴത്തിൻ്റെ ഒരു ദേവാലയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് വെങ്കല പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട്, കുതിരയുടെയൊക്കെ. അപ്പോൾ ഞങ്ങൾ മുകളിൽ ചെന്നപ്പോൾ ആ ദേവാലയത്തിൽ ഞങ്ങൾ കയറിയില്ലായിരുന്നു. ഇനി അത് മ്യൂസിയത്തിൻ്റെ ഭാഗമാണ് എന്താണെന്ന് അറിയത്തില്ല, കാരണം അവിടെ മ്യൂസിയം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമാണോന്ന് അറിയത്തില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് ഈ ഒരു താഴ്വാരത്തേക്ക് ലക്ഷ്യമാക്കിയിട്ട് കുതിരകൾ നിൽക്കുന്നത് കാണാനായിട്ട്. മനസ്സിലായി. അപ്പോൾ മാർക്ക് ചെയ്യുന്ന റീജിയൻ്റെ തലസ്ഥാനമായ അങ്കോണയിൽ നിന്ന് ഞങ്ങൾ തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ റീജിയനിൽ ഞങ്ങൾ വരുന്നത്. ഇതോടുകൂടി ഞങ്ങൾ 14 റീജിയനുകൾ പിന്നിട്ടിരിക്കുന്നു. ഇനിയും 6 റീജിയനോടി പോകാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഞങ്ങൾ ജാനവയ്ക്ക് പോകുന്നതിന് ആ വഴിയിൽ നോക്കി കഴിഞ്ഞപ്പോഴാണ് പെസറോ എന്നുള്ള സ്ഥലം കാണുന്നത്. അങ്ങോട്ട് നിന്ന് കുറച്ച് നീങ്ങിയാൽ മതി. ഇവിടെ ഒരു കത്തീഡ്രലുണ്ട്, അപ്പോൾ അതൊന്ന് കാണാമെന്ന് കരുതി. കത്തീഡ്രൽ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ എനിക്ക് അത് കയറാനുള്ള വഴി കാണാൻ പറ്റുന്നില്ല. ഇതാന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ ഉള്ളിൽ വന്നിട്ട് കത്തീഡ്രൽ വരുമോ? അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന വഴി ചിലപ്പോൾ പിറകു വശത്തേക്കടെ മറ്റോ ആയിരിക്കാം. അങ്ങനെ ഞങ്ങളിത് ഇതിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പുറത്ത് കടലുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന വഴി ഏതോ പിറകിടെയൊക്കെ ആയിരുന്നു. അതാണ് ഇറ്റലിയിലെ അഡ്രിയാറ്റിക് തീരത്തുള്ള മനോഹരമായ നഗരമായ പേസറോയിലെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ് പേസറോ കത്തീഡ്രൽ അഥവാ ദോമോ ദി പേസറോ. ഈ കത്തീഡ്രലിനെ ലോകപ്രശസ്തമാക്കുന്നത് അവിടുത്തെ നിലത്ത് വിരിച്ചിരിക്കുന്ന അതിമനോഹരമായ മൊസൈക്ക് പാളികളാണ്. 2 തലങ്ങളിലായിട്ടാണ് ഈ മൊസൈക്കുകൾ കാണപ്പെടുന്നത്. ഒന്ന് 6-ാം നൂറ്റാണ്ടിലെയും മറ്റൊന്ന് 12-ാം നൂറ്റാണ്ടിലെയും നിർമ്മിതിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കത്തീഡ്രലിൽ നടന്ന വിവിധ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഴയ മൊസൈക്ക് തറകൾക്ക് മുന്നിൽ പുതിയ തറകൾ നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ ഈ കലാരൂപങ്ങൾ ദശങ്ങളോളം മണ്ണിനും കല്ലിനുമിടയിൽ മറഞ്ഞുപോയി. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ കത്തീഡ്രലിൽ നടന്ന വലിയ തോതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഈ മൊസൈക്കുകൾ ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത്. തറയിലെ പഴയ ഭാഗങ്ങൾ മാറ്റിയപ്പോൾ അടിയിൽ മനോഹരമായ ചിത്രപ്പണികൾ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടന്ന ഖനനങ്ങളിലൂടെ 2 വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ മൊസൈക്ക് പാളികൾ കണ്ടെത്തി. ഇവ വളരെ ആഴത്തിൽ കിടന്നിരുന്നതിനാൽ അവ സംരക്ഷിക്കാനായി പ്രത്യേക ഗ്ലാസ് പാളികൾ സ്ഥാപിക്കുകയും സന്ദർശകർക്ക് കാണാൻ പാകത്തിൽ സജ്ജീകരിക്കുകയും ചെയ്തു. ലാറ്റിൻ ക്രോസ് മാതൃകയിലാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ദേവാലയത്തിനുള്ളിലും നിരവധി ചാപ്പലുകൾ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ പ്രധാനമായിട്ടും ഭൂമിയുടെ അടിയിൽ പഴയ പള്ളിയുടെ മൊസൈക്കുകൾ, അതായത് 6-ാം നൂറ്റാണ്ടിലെ 7-ാം നൂറ്റാണ്ടിലെ മൊസൈക്ക് വർക്കുകളൊക്കെ നമുക്കിപ്പം കാണാൻ പറ്റും. ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. 2 തട്ടുകളായിട്ടാണ്. ആദ്യത്തെ അതിന് മുമ്പുണ്ടായത് അതിൻ്റെ അടിയിൽ കാണാൻ പറ്റും ചില സ്ഥലങ്ങളിൽ. അടിപൊളി വില്ലകളൊക്കെയാണ് ഇതിന് മുമ്പിലുള്ളത്. അപ്പോൾ നേരെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് കടൽ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതൊന്ന് അവിടെ വരെ പോയിട്ട് വരാം. ഇത് വീടുകൾ കണ്ടോ, നല്ല വില്ലകളാണ്. അഡ്രിയാറ്റിക് കടൽ തീരമാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ അങ്കോണയിൽ വെച്ച് കണ്ടിരുന്നു. ഇങ്ങനെ കടൽ
ഇത്ര അടുത്ത് നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. കടലിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഭാഗമാണ് നമ്മൾ തൊട്ടടുത്ത് കണ്ടത്. ഷിപ്പൊക്കെ കയറി വരുന്നത്. എന്നാൽ ഇവിടെ കടൽ തന്നെ നമ്മുടെ അടുത്താണ്. നല്ല അടിപൊളി ബീച്ചുകളൊന്നും അകലെ എന്ത് ഭംഗി നോക്കി. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല ബീച്ചുകളാണ്. അവിടെ പാറക്കല്ല് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബീച്ച് ഉണ്ടാവാനായിട്ട് നല്ല സാധ്യത ഉണ്ടല്ലോ. കാരണം ഇവിടേക്ക് വെള്ളത്തിൽ കയറി വരില്ല. അടിപൊളി ബീച്ചാണ് അങ്ങോട്ട്. എന്നാൽ ഇവിടെ ബീച്ചല്ല, നേരിട്ട് കടലാണ്. ഈ ഒരു ഭാഗം മാത്രം നേരിട്ട് കടലാണ്. എന്തൊരു മനോഹരമായിട്ടുള്ള വീടുകളല്ലേ ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ബൈ. What do you think of Florence? Florence, Italy?